ടിഒസിയിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാവേ. ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞേക്കുന്നതെന്ന് വെച്ചാൽ ആദ്യം അതിൻ്റെ സിനാരിയോസ് എന്താണെന്ന് നോക്കാം. നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു കീവേഡ് ഗൂഗിളിൽ സെർച്ച് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. ഫോർ എക്സാമ്പിൾ നമുക്കിപ്പോൾ എന്തുവാ ലിയോ മൂവിന്നോ എന്തെങ്കിലും സെർച്ച് ചെയ്യാം. ഇപ്പോൾ എന്താ ലിയോ മൂവിന്നാണ് സെർച്ച് ചെയ്തെങ്കിൽ നെക്സ്റ്റ് എന്തോ ചെയ്യും ഗൂഗിൾ, കുറേ വെബ്സൈറ്റ്സ് ഇല്ലേ, എന്തോ നെറ്റ്ഫ്ലിക്സ്, ഹോട്ട്സ്റ്റാർ, പ്രൈം, അങ്ങനെ കുറേ ഇല്ലേ, അതിലൊക്കെ ചെക്ക് ചെയ്യും. എന്താ ഈ ലിയോ മൂവി എന്ന് പറഞ്ഞ ഈ വേർഡ് അല്ലെങ്കിൽ ആ മൂവി അതിലുണ്ടോ എന്ന് ചെക്ക് ചെയ്യും. ചെക്ക് ചെയ്തപ്പോൾ എന്തുവാ നെറ്റ്ഫ്ലിക്സിലും ഹോട്ട്സ്റ്റാറിലും ഉണ്ടെന്ന് കിട്ടി. എന്നിട്ട് നോക്കുമ്പോഴത്തേക്ക് എന്തുവാ നെറ്റ്ഫ്ലിക്സ് ലിയോ മൂവി എന്ന് പറഞ്ഞ വേർഡ് ഏതിലാണ് വരുന്നതെന്ന് നോക്കും. ഇപ്പം നെറ്റ്ഫ്ലിക്സിന് ഹോട്ട്സ്റ്റാറും ഉണ്ടെങ്കിൽ അതിൽ ഏതിനാണ് ഏറ്റവും കൂടുതൽ റേറ്റിംഗ് ഉള്ളത് അത് ആ ഓർഡറിനായിരിക്കും നമുക്ക് ഗൂഗിൾ ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് നമ്മുടെ വെബ് പേജിൽ ഷോ ചെയ്യുന്നത്. ഇത് ഫോർ ആൻ എക്സാമ്പിളാണേ. ഇനി ക്വസ്റ്റ്യൻ തന്നേക്കുന്നത് എന്താണെന്ന് വെച്ചാൽ എസ് എന്ന് പറഞ്ഞ ഒരു കീവേഡ് നമ്മൾ ഗൂഗിൾ ചെയ്യണം. ഗൂഗിൾ ചെയ്യുമ്പോഴത്തേക്ക് എന്തുവാ നമുക്കൊരു വെബ് പേജ് ഓപ്പൺ ആവും. എന്തുവാ ഡബ്ല്യു എന്നായിരിക്കും ആ വെബ് പേജിൻ്റെ നെയിം നമ്മൾ കൊടുത്തേക്കുന്നത്. ഇപ്പോൾ ഡബ്ല്യു എന്ന് പറഞ്ഞ വെബ് പേജ് എന്ന് പറയുമ്പോഴത്തേക്ക് അതിൻ്റെ അകത്ത് എസ് വരുന്ന കുറേ എണ്ണം കാണും. എന്ന് വെച്ചാൽ നെറ്റ്ഫ്ലിക്സിൽ മറ്റേ ലിയോ മൂവി ഉണ്ട്, ഹോട്ട്സ്റ്റാറിൽ ലിയോ മൂവി ഉണ്ട്. ഇപ്പോൾ അതിൻ്റെ ഐക്കോൺ വരുമ്പോൾ താഴെയായിട്ട് എഴുതി കാണിക്കത്തില്ലേ മൂവീൻ്റെ നെയിം, അങ്ങനെ രണ്ട് സ്ഥലത്തും ആ വേർഡ് കാണത്തില്ലേ. അതേപോലെ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ എന്നുവെച്ചാൽ ഡബ്ല്യു എന്ന് പറയുന്ന വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റെ അകത്ത് സബ്സ്ട്രിങ് ആയ എസ് അതിൻ്റെ അകത്ത് കാണും. മെയിൻ ആയിട്ടുള്ള എന്തുവാ ഡബ്ല്യു, അതിൻ്റെ സബ്സ്ട്രിങ് ആണ് എന്താ എസ്. സോ നമുക്ക് എന്താ ലാംഗ്വേജിൽ എഴുതാൻ പറ്റും എസ്സും ഡബ്ല്യുവും ഉണ്ടെന്ന്. കാര്യം എന്താ ഡബ്ല്യുയുടെ സബ്സ്ട്രിങ് ആണ് എസ്. ഓക്കെ, ഇനി ഒരു എക്സാമ്പിൾ എഴുതുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ എസ്സിൽ നമ്മൾ എന്താ ഒരു വേർഡ് കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞ് കൊടുത്തു. ഡബ്ല്യു എന്ന് പറഞ്ഞ ഒരു സെൻറ്റൻസ്, ദ കമ്പ്യൂട്ടർ സയൻസ് ഫീൽഡ് ഈസ് ഫാസ്റ്റ്, അതിലെന്തുവാ കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞ വേർഡ് ഉണ്ട്. അതുകൊണ്ട് എന്തുവാ കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞ വേർഡ് ഉള്ളത് കൊണ്ട് S, W എന്താ ബിലോങ്സ് ടു എല്ലാണെന്ന് നമുക്ക് എഴുതാൻ പറ്റും. ഈ ലാംഗ്വേജിൽ ഉണ്ട്. ഇനി എന്താണെന്ന് വെച്ചാൽ എസ്സിൽ നമ്മൾ കമ്പ്യൂട്ടറിന് തന്നെ കൊടുത്തു, ഡബ്ല്യുവിൽ എന്തുവാ ദ മെഷീൻ ഈസ് സ്മാർട്ട് എന്ന് കൊടുത്തു. പക്ഷേ ഇവിടെ എന്താ കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞാൽ വേർഡില്ല, ഇത് മാച്ചിങ് അല്ല. അപ്പോൾ എന്താ S, W ഡസൻ ബിലോങ്സ് ടു എൽ. ഈ ലാംഗ്വേജിൽ എസ് എന്ന് പറഞ്ഞാൽ എന്താ കമ്പ്യൂട്ടർ വേർഡ് ഇല്ല. ഓക്കെ, അപ്പോൾ ഡസൻ ബിലോങ്സ് ടു എൽ ആണ്. ഇത്രയേ ഉള്ളേ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാവേ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ നമ്മൾ DFA കൺസ്ട്രക്ട് ചെയ്യണം. സ്ട്രിങ് E, B തന്നിട്ടുണ്ട്. പിന്നെ പറഞ്ഞിട്ടുള്ള കണ്ടീഷൻ എന്താണെന്ന് വെച്ചാൽ നോട്ട് മോർ ദാൻ സ്ട്രിങ് എ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്ന് വെച്ചാൽ എ മാത്രമേ വരാൻ പാടുള്ളൂ, അതിൽ കൂടുതലൊന്നും വരാൻ പാടില്ല. ലൈക്ക് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ, അതാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, ഇപ്പം ലാംഗ്വേജ് എങ്ങനെ എഴുതാമെന്ന് വെച്ചാൽ അക്സെപ്റ്റിംഗ് സ്ട്രിങ് ആയിട്ടും റിജക്റ്റിംഗ് സ്ട്രിങ് ആയിട്ടും നമുക്ക് എഴുതാം. അക്സെപ്റ്റിംഗ് സ്ട്രിങ് എന്ന് വെച്ചാൽ 2 എ വരുന്നത് അക്സെപ്റ്റ് ചെയ്യണം. നമുക്കിവിടെ എയുടെ കീസ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, ബി എത്ര വേണോ വരാം. ഓക്കെ, അപ്പോൾ 2 എ വരുന്നത് 2 എ, ഒരു ബി 2 എ, അങ്ങനെ നമുക്ക് എത്ര വേണോ വരുന്നത് എഴുതാൻ പറ്റും. റിജക്റ്റിംഗ് സ്ട്രിങ് എന്ന് വെച്ചാൽ എന്തുവാ 2 എ വരാൻ പാടുള്ളൂ, അതിൽ കൂടുതൽ വരാൻ പാടില്ലെന്നാണ് പറഞ്ഞേക്കുന്നത്. എന്ന് വെച്ചാൽ എന്താ 3 എ വരാം, ബി എ, ബി ബി, എ ബി, ഇതൊക്കെ എന്തുവാ റിജക്റ്റിംഗ് സ്ട്രിങ് ആണേ. കാര്യം എന്താണെന്ന് വെച്ചാൽ 2 എ വരണം. ഇതിൽ 2 എ കൂടുതലുണ്ട്, ഇതിൽ 2 എ ഇല്ല, ഇതിലും 2 എ ഇല്ല, ഇതിലും 2 എ ഇല്ല, ഇത് 2 കൂടുതൽ എ ഉണ്ട്. ഓക്കെ, ഇനി DFA വരയ്ക്കാവേ. അതിനുവേണ്ടി ആദ്യം അക്സെപ്റ്റിംഗ് സ്ട്രിങ്ങിൻ്റെ നോക്കാം. എ കിട്ടണം, അതുകൊണ്ട് Q0 നിന്ന് Q1 എ കൊടുത്തു, Q1 നിന്ന് Q2 എ കൊടുത്തു. അപ്പോൾ എ അക്സെപ്റ്റായി. നെക്സ്റ്റ് B അക്സെപ്റ്റ് ആക്കാം. അതിന് എ കൊടുത്തു, നെക്സ്റ്റ് ബി കൊടുത്തു, അത് അക്സെപ്റ്റായി. എ കിട്ടാൻ വേണ്ടിയിട്ട് എ കൊടുത്തു, പിന്നെ തിരിച്ചു കൊടുത്തു. എന്തിനാണെന്ന് വെച്ചാൽ ബി എടുക്കാൻ വേണ്ടി. ഇവിടെ നമ്മൾ കൊടുക്കുന്നില്ല. അതെന്താണെന്ന് വെച്ചാൽ ഇവിടെ 2 എ ഉറപ്പായിട്ടും വന്നിരിക്കണ്ടേ, അതുകൊണ്ടാണ് ഇവിടെ നിന്ന് തിരിച്ച് നമ്മൾ ബി കൊടുത്തിട്ട് എടുത്തത്. ഓക്കെ, എ ബി എന്തുവാ അപ്പം എ ബി എ കിട്ടിയേ. നെക്സ്റ്റ് എന്തുവാ ബി ആണ് കൊടുക്കേണ്ടത്. അതിന് വേണ്ടിയിട്ട് എ ബി ഇവിടെ ആയിട്ടൊരു ലൂപ്പ് കൊടുക്കുന്നു, ബി കൊടുക്കുന്നു. അപ്പോൾ ഇത് വേണമെങ്കിൽ കണ്ടിന്യൂസ്ലി എഴുതി നോക്കിയിട്ട് നോക്കാം. ഓക്കെ, ഇനി റിജക്റ്റിംഗ് സ്ട്രിങ് ഇതിൻ്റെ അത് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടോയെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് എ നോക്കണം. അതിന് എ റിജക്ഷൻ ആയതുകൊണ്ട് താഴോട്ട് കൊടുത്തിട്ട് QD എന്ന് പറഞ്ഞ് എ കൊടുത്തു. ഓക്കെ, നെക്സ്റ്റ് ബി അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി ഇവിടെ ഫസ്റ്റ് തന്നെ ബി കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് എന്തുവാ എ അക്സെപ്റ്റ് ചെയ്യണം. ഇവിടെ ഇങ്ങോട്ട് കൊടുത്തപ്പോൾ എ അക്സെപ്റ്റ് ചെയ്ത്, അവിടെ തന്നെ എന്താ നമ്മൾ ഫൈനൽ സ്റ്റേറ്റും കൊടുത്തു. കാര്യം വേറെ വേണ്ടല്ലോ, അതിനാണ് ഇവിടെ എല്ലായിടത്തും ഫൈനൽ സ്റ്റേറ്റ് കൊടുത്തേക്കുന്നത്. ബി കിട്ടിയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ഫൈനൽ സ്റ്റേറ്റ് ഇവിടെ കൊടുത്തു,
എ വന്നിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ഫൈനൽ സ്റ്റേറ്റ് ഇവിടെ കൊടുത്തു. 2 എ വന്നിട്ട് ഇത് അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി ഫൈനൽ സ്റ്റേറ്റ് ഇവിടെ കൊടുത്തു. ബി അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി ഇവിടെ ഫൈനൽ സ്റ്റേറ്റ് കൊടുത്തു. ഓക്കെ, പിന്നെന്തുവാ എ ബി കൊടുക്കാൻ വേണ്ടിയിട്ട് എ എ എ ബി. ഇതേതാ റിജക്റ്റിംഗ് സ്റ്റേറ്റ് അല്ലേ, സ്ട്രിങ് അല്ലേ, അതുകൊണ്ട് ഇവിടെ QD കൊടുത്തു. ഓക്കെ, പിന്നെ ടേബിൾ വരയ്ക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവിടെ ഇൻപുട്ട്സ് ഏതൊക്കെയാണ് ഉള്ളത്, Q3 വരാം, പിന്നെ QD, ഇത്രയല്ലേ ഇൻപുട്ട്സ് കൊടുത്തേക്കുന്നത്. പിന്നെ ഉള്ളത് എയും ബിയും അല്ലേ ആൽഫബറ്റ്സ്, അത് രണ്ടും ഇതാ. ആദ്യം നമുക്ക് Q0 എടുക്കാം. Q0 എന്ന് എ മേടിച്ച് എങ്ങോട്ടാണ് പോകുന്നത്, Q1 പോകുന്നുണ്ട്. അത് കണക്ക് Q0 എന്ന് ബി മേടിച്ച് എങ്ങോട്ടാണ് പോകുന്നത്, Q0 എന്ന് ബി മേടിച്ചു Q0 തന്നെ വരുന്നത്. അടുത്തെന്താ Q1 എന്ന് എ മേടിച്ചിട്ട് എങ്ങോട്ടാണ് പോകുന്നത്, Q1 എന്ന് എ മേടിച്ച് Q2 പോകുന്നു. അതേപോലെ Q1 എന്ന് ബി മേടിച്ചിട്ട് Q0 പോകുന്നു. ഓക്കെ, ഇങ്ങനെയാണ് ഇത് എഴുതുന്നത്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാവേ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞേക്കുന്നത് വെച്ചാൽ NF ക്ലോസ്ഡ് അണ്ടർ കോംപ്ലിമെൻ്റ് ആണെന്ന് ഉള്ള കാര്യം എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. NF എന്താ ക്ലോസ്ഡ് അണ്ടർ കോംപ്ലിമെൻ്റ് ആണ്. എന്താണെന്ന് വെച്ചാൽ അതെന്താ സെയിം ക്ലാസ് ഓഫ് ലാംഗ്വേജ് ആണ് NFയും DFയും. പിന്നെ അതിനെ റെഗുലർ ലാംഗ്വേജ് എന്നാണ് പറയുന്നത്. അത് ഈ കോംപ്ലിമെൻ്റ് എന്താണെന്ന് നോക്കാം. നമുക്കിപ്പോൾ ഒരു ലാംഗ്വേജ് തന്നിട്ടുണ്ട്, ആൽഫബറ്റ്സ് ആണെന്ന് വെച്ചോ. എല്ലാ ആൽഫബറ്റ്സും ആണ് ഇപ്പോൾ ലാംഗ്വേജ് തന്നിരിക്കുന്നത്. ഒരു സ്ട്രിങ് വന്നിട്ടുണ്ട്, വവൽസ് ആണ് സ്ട്രിങ്. അപ്പോൾ കോംപ്ലിമെൻ്റ് എടുക്കുന്നത് എങ്ങനെയാണ്, സ്ട്രിങ്ങിൻ്റെ കോംപ്ലിമെൻ്റ് എടുക്കുന്നത് എങ്ങനെയാണ്, നമുക്ക് വവൽസ് ആണ് തന്നിരിക്കുന്നതെങ്കിൽ അതിൻ്റെ കോംപ്ലിമെൻ്റ് എന്തായിരിക്കും, ആൽഫബറ്റ്സിൽ വവൽസ് അല്ലാത്ത സാധനമായിരിക്കും കോംപ്ലിമെൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് എന്താ നോക്കേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് DFനെ കോംപ്ലിമെൻ്റ് ആക്കുന്നത് എങ്ങനെയാണ് എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ഒരു DFA തന്നിട്ടുണ്ട്. ഇതിൻ്റെ കോംപ്ലിമെൻ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഇതിലിപ്പോൾ ഇതല്ലേ ഫൈനൽ സ്റ്റേറ്റ്, ബാക്കി 4 ഫൈനൽ സ്റ്റേറ്റ്സ് അല്ല. ഈ 4 നമ്മൾ ഫൈനൽ സ്റ്റേറ്റ് ആക്കി ഇതിൻ്റെ ഫൈനൽ സ്റ്റേറ്റ് മാറ്റി ഇനിഷ്യൽ സ്റ്റേറ്റ് ആക്കുകയാണെങ്കിൽ, എന്ന് വെച്ചാൽ ഇവിടെ എല്ലായിടത്തും നമ്മൾ ഫൈനൽ സ്റ്റേറ്റ് ആക്കുകയാണെങ്കിൽ ബാക്കി ഇത് മാത്രം മാറ്റുകയാണെങ്കിൽ ഇതിൻ്റെ തന്നിരിക്കുന്ന DFAയുടെ കോംപ്ലിമെൻ്റ് നമ്മൾ എടുത്തെന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ നമുക്ക് തന്നിരിക്കുന്നതിൻ്റെ സ്റ്റേറ്റ് സ്വാപ്പ് ചെയ്തുകൊണ്ട് നമുക്ക് DFAനെ കോംപ്ലിമെൻ്റ് ആക്കാൻ പറ്റും ഡയറക്റ്റ്ലി. ഓക്കെ, പക്ഷെ നമുക്ക് NFAനെ ഡയറക്റ്റ്ലി ഫൈനൽ സ്റ്റേറ്റ് ഫ്ലിപ്പ് ചെയ്ത് കോംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതെങ്ങനെ NFAനെ എങ്ങനെ കോംപ്ലിമെൻ്റ് ആക്കുന്നതെന്ന് വെച്ചാൽ NFAനെ ആദ്യം നമ്മൾ DFAയിലോട്ട് കൺവേർട്ട് ചെയ്യണം. എന്നിട്ട് ആ DFAനെ നമ്മൾ ഫൈനൽ സ്റ്റേറ്റും ഇനിഷ്യൽ സ്റ്റേറ്റും സ്വാപ്പ് ചെയ്തതുകൊണ്ട് അതിനെ കോംപ്ലിമെൻ്റ് എടുക്കണം. അങ്ങനെ മാത്രമേ നമുക്ക് NFAനെ കോംപ്ലിമെൻ്റ് ചെയ്യാൻ പറ്റൂ. അതുകൊണ്ടാണ് പറയുന്നത് NFA ഈസ് ക്ലോസ്ഡ് അണ്ടർ കോംപ്ലിമെൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് ഇതിൽ പറഞ്ഞേക്കുന്നത്. നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കാവേ. നാലാമത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ CNF ഫോർ എ ലാംഗ്വേജ് തന്നിട്ടുണ്ട്. ഇതെങ്ങനെ എടുത്ത് എഴുതുന്നതെന്ന് വെച്ചാൽ അത് നോക്കിയേ. L ഓഫ് പെയർ ഈക്വൽ ടു A⁻I B⁻J C⁻K I ഈക്വൽ ടു J ഓർ J ഈക്വൽ ടു K എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. ആദ്യം നമുക്ക് ഇതാണ് ആദ്യത്തെ കണ്ടീഷൻ, ഈ I ഈക്വൽ ടു J വരുന്നത്. എന്നിട്ട് രണ്ടാമത്തെ എടുത്ത് എഴുതുമ്പോൾ ഇതും J ഈക്വൽ ടു K എന്ന് എഴുതണം, ബാക്കി ഇതും. ഓക്കെ, എങ്ങനെ എടുത്തെഴുതുന്നതെന്ന് വെച്ചാൽ ആദ്യം ഈ തന്നിരിക്കുന്ന സാധനം അതേപോലെ എഴുതണം. എടുത്തെഴുതിയേ. പിന്നെന്താ L ഈക്വൽ ടു എന്നും പറഞ്ഞ് എടുത്തെഴുതണം. ഇനി ഇതെങ്ങനെ എഴുതുന്നതെന്ന് വെച്ചാൽ A⁻I B⁻J C⁻K I ഈക്വൽ ടു J എത്ര എഴുതിയിട്ട് വേർ I J K ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 0. നെക്സ്റ്റ് എഴുതുമ്പോഴത്തേക്ക് ഇതും J ഈക്വൽ ടു K എന്ന് എഴുതുക, സെയിം അതേപോലെ എടുത്ത് എഴുതുക. ഇനി ഇതെങ്ങനെ കണ്ടുപിടിക്കുന്നതെന്ന് വെച്ചാൽ തന്നിട്ടുണ്ട് I ഈക്വൽ ടു J എന്ന് വെച്ചാൽ A⁻I B⁻J എന്ന് പറയുന്ന വാല്യൂസ് എന്തായിരിക്കും, സെയിം ആയിരിക്കും. ഓക്കെ, അതിന് വേണ്ടിയിട്ട് S1 ഈക്വൽ ടു AB എന്നും പറഞ്ഞെടുക്കാം. A എന്ന് വെച്ചാൽ I ഈക്വൽ ടു J, എയുടെയും ബിയുടെയും വാല്യൂ അത് സെയിം ആയിരിക്കും സാധനമായിരിക്കും. A B എന്ന് വെച്ചാൽ സീഡ് എന്ന് വെച്ചാൽ അവിടെ ഒന്നുമില്ലല്ലോ അത്. പിന്നെന്താ ഇവിടെ വരുന്നതെന്ന് വെച്ചാൽ J ഈക്വൽ ടു K, ഇവിടെ Jയുടെയും Kയുടെയും വാല്യൂ ഈക്വൽ ആയിരിക്കും, എയുടേതല്ല. അതുകൊണ്ട് നമുക്കിവിടെ വേറെ രണ്ടെണ്ണം എടുത്ത് സിയും ഡി എന്നും പറഞ്ഞെടുത്തു. ആദ്യം ഇത് നോക്കാം. ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ ഐയുടെയും ജെയുടെയും വാല്യൂ സെയിം ആയതുകൊണ്ട് A ഈക്വൽ ടു B ആണെന്ന് അറിയാം. ഇപ്പോൾ ക്യാപിറ്റൽ A വെച്ച് സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ എയുടെ വാല്യൂയും ബിയുടെ വാല്യൂയും ഈക്വൽ ആണെന്ന് അറിയാൻ വേണ്ടിയാണ്. എക്സാമ്പിൾ എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഇപ്പോൾ ഐയുടെ വാല്യൂ ഐയുടെ വാല്യൂ ഇപ്പോൾ 1 എന്ന് കൊടുക്കുകയാണെങ്കിൽ A പ്ലസ് ബി, എയ്ക്ക് പകരം എഫ്സിലോൺ ആണ്, പ്ലസ് B ഈക്വൽ ടു AB ആണ്. ഇത് രണ്ടും AB അല്ലേ. അതേപോലെ ഇവിടെ ഐക്ക് വരെ നമ്മൾ 2 എടുക്കുകയാണെങ്കിൽ A പ്ലസ് എയ്ക്ക് പകരം എഫ്സിലോൺ പ്ലസ് BB ഈക്വൽ ടു AA BB എന്നും പറഞ്ഞ് കിട്ടും. അതാണ് ഈ സാധനം. ഓക്കെ, അടുത്തത് ബിയുടെ എഴുതണം.
അതിന് വേണ്ടി സി ഇൻറ്റു എന്താ ക്യാപിറ്റൽ ബി. ബി എന്തിനാണ് കൊടുത്തതെന്ന് വെച്ചാൽ എപ്സിലോൺ കൊടുക്കാൻ വേണ്ടിയാണ് എന്നും പറഞ്ഞാൽ എഴുതണം. ഇവിടെയും സെയിം കേസ് തന്നെ വരണം. ഇതിപ്പോൾ ആദ്യം ഐ ഈക്വൽ ടു ജെ എന്നുള്ള കേസ് എന്ന് വെച്ചാൽ എയും ബിയുടെയും കേസ് സെയിം ആണെന്ന്. ഇവിടെ എന്തുവാ ജെയും കെ അല്ലേ എന്ന് വെച്ചാൽ ബിയും സിയും സെയിം ആണെന്ന്. അതിന് വേണ്ടി ഇവിടെ എ ബി എന്ന് പറഞ്ഞെടുത്ത്, അതുകൊണ്ട് നമ്മളിവിടെ സി ഡി എന്ന് പറഞ്ഞെടുത്ത് വേറെ ഒരെണ്ണം എടുത്ത്. അതിന് വേണ്ടി എ ക്യാപിറ്റൽ സി എന്ന് എഴുതിയിട്ട് എപ്സിലോൺ എഴുതി. ഇതെന്തിനാന്ന് വെച്ചാൽ ജെയും കെയും ഈക്വലാണ്, എ മാത്രമാണ് ഈക്വൽ അല്ലാതെ ഒറ്റയ്ക്ക് കിടക്കുന്ന സാധനം. അതിന് വേണ്ടി എ എഴുതി, പിന്നെ സി എഴുതി, എപ്സിലോൺ എഴുതി. എ മാത്രമേ ഇവിടെ ആൻസർ ആയിട്ട് കിട്ടത്തുള്ളൂ. ഇനി അടുത്ത് ഡി എഴുതി എന്തിനാന്ന് വെച്ചാൽ രണ്ടാമത്തെ സാധനം ഡി. അതെന്തിനാന്ന് വെച്ചാൽ ഇവിടെ ബിയും സിയും ജെയും കെയും ആണ് ഈക്വൽ. അതുകൊണ്ട് ബിയും സിയുടെ വാല്യൂസ് എന്തായിരിക്കും? ഇവിടെ നേരത്തെ പറഞ്ഞ കണക്ക് എന്തുവാ ബിയും സിയും, ഇവിടെ നേരത്തെ എയും ബിയും ആയിരുന്നു, ഇവിടെ ബിയും സിയും ആണ് ഈക്വൽ. അപ്പോൾ എന്തുവാ ബി പ്ലസ് എപ്സിലോൺ പ്ലസ് സി ഈക്വൽ ടു ബി സി എന്ന് കിട്ടും. ഡി വെച്ച് സെപ്പറേറ്റ് ചെയ്തേക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ എപ്സിലോൺ കൊടുക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇനി ഇതിൻ്റെ രണ്ടിനെയും നമ്മൾ ചേർത്ത് എഴുതാൻ പോവാം. അതിനുവേണ്ടി S1ൻ്റെ കേസ് എഴുതുക, ദെൻ S2ൻ്റെ കേസ് എഴുതുക. ഇത്രയേ ഉള്ളൂ. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കാവേ. ഇതിലൊരു PD കൺസ്ട്രക്ട് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. ലാംഗ്വേജ് യൂസിങ് എന്തുവാ ഫോളോയിങ് ഗ്രാമർ വെച്ച് ചെയ്തിട്ടുള്ള ഒരു ലാംഗ്വേജ് തന്നിട്ടുണ്ട്. അതെങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ ആദ്യം ഇതെടുത്ത് എഴുതുക, എന്നിട്ട് നമുക്ക് എപ്സിലോൺ ട്രാൻസിഷൻ നോക്കാം. അതിന് വേണ്ടിയിട്ട് എന്തുവാ ഇതാണ് നമ്മൾ നോർമലി യൂസ് ചെയ്യുന്നത്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ക്യൂ കോമ എപ്സിലോൺ കോമ, ഇവിടെ എസ് അല്ലേ ആദ്യം തന്നേക്കുന്ന സ്ട്രിങ്, അത് ഇവിടെ എസ് ഇസഡാണ് തന്നേക്കുന്നത്. നമുക്ക് ആദ്യം നമ്മൾ എടുക്കുന്ന ഏതാണോ അതാണ് കൊടുക്കേണ്ടത്. ഇവിടെ എസ് എന്നും പറഞ്ഞ് കൊടുത്തു. എന്നിട്ട് ക്യൂ കോമ എപ്സിലോൺ ഇവിടെ ഇല്ലാത്തത് കൊണ്ട് അത് എഴുതിയില്ല. പിന്നെന്താ തന്നേക്കുന്നത്? എസിൽ എന്താ ഉള്ളത്? എ ക്യാപിറ്റൽ എ എന്നല്ലേ ഉള്ളത്, അതെടുത്ത് എഴുതണം. അതാണ് എന്തിൻ്റെ എസിൻ്റെ എപ്സിലോൺ ട്രാൻസിഷൻ. ഇനി രണ്ടാമത്തെ നോക്കണം, എയുടെ നോക്കണം. എയിൽ ഏതൊക്കെയുണ്ട്? ഇതുണ്ട്, രണ്ടാമത്തെ സ്ട്രിങ് ഉണ്ട്, മൂന്നാമത്തെ സ്ട്രിങ് ഉണ്ട്, മൂന്നെണ്ണം ഉണ്ട്. ഓക്കെ, അത് മൂന്നും നമ്മൾ എടുത്ത് എഴുതണം. അതിന് ഫോർ എ ഈക്വൽ ടു ആദ്യം ഇതെടുത്ത് എഴുതിയേ, അതിലെന്തുവാ ക്യൂ കോമ എപ്സിലോൺ ഇല്ലാത്തത് കൊണ്ട് എപ്സിലോൺ കോമ എ. അതിൽ ക്യൂ കോമ എപ്സിലോൺ ഇല്ലാത്തതുകൊണ്ട് എഴുതിയില്ല. പിന്നെ ഇവിടെ എ ഏതാ എടുത്തേക്കുന്നത്? ആദ്യത്തേതല്ലേ, അതെടുത്ത് എഴുതി. രണ്ടാമത്തെ എന്തുവാ സെയിം സാധനം തന്നെ, എന്താ ക്യൂ കോമ എപ്സിലോൺ കോമ എ. രണ്ടാമത്തെ ഏതെടുത്തു? ബി ക്യാപിറ്റൽ ബി എടുത്തു. എന്താ ചെയ്യണ്ടേ? ക്യൂ കോമ എപ്സിലോൺ ഇല്ലാത്തതുകൊണ്ട് എഴുതിയില്ല, കോമ എന്താ ഇപ്പോൾ എടുത്ത സാധനം ഏതാ? ബി ക്യാപിറ്റൽ ബി, അതെഴുതി. ഇനി മൂന്നാമത് ഏതുണ്ട്? എ ഉണ്ട്. അപ്പോൾ ഫോർ എ ടെൻസ് ടു എ ഇത് കണക്ക് എഴുതുക. എന്നിട്ട് എന്തുവാ ഇവിടെ തന്നേക്കുന്ന സാധനം ഇവിടെ എഴുതുക. ഇതാണ് ഏതിൻ്റെ എയുടെ എപ്സിലോൺ ട്രാൻസിഷൻ. അതേപോലെ ബീൻ്റെതും എഴുതണം. ക്യൂ കോമ എപ്സിലോൺ കോമ ബി ടെൻസ് ടു ക്യൂ കോമ ബിയിലേതാ ഉള്ളത് അതെഴുതണം. പിന്നെ സീൻ്റെതും എഴുതണം. ക്യൂ കോമ എപ്സിലോൺ കോമ സി ടെൻസ് ടു ക്യൂ കോമ ഏത് തന്നേക്കുന്നത്? സി അല്ലേ, അതെഴുതണം. അതാണ് എന്താ എപ്സിലോൺ ട്രാൻസിഷൻ. നെക്സ്റ്റ് എന്താ നോക്കേണ്ടത്? ടെർമിനൽ മാച്ചിങ് ആണ് നോക്കേണ്ടത്. ടെർമിനൽ മാച്ചിങ് നോക്കാൻ വേണ്ടിയിട്ട് നമുക്കിവിടെ തന്നിരിക്കുന്ന ടെർമിനൽസ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ ചെറിയ നമ്പർ എന്താ സ്മാൾ ലെറ്റർ ആയിട്ടുള്ള ആൽഫബറ്റ്സ് ഏതൊക്കെയാണ്? എ ഉണ്ട്, ബി ഉണ്ട്, സി ഉണ്ട്. അത് മൂന്നാണ് നമുക്ക് ടെർമിനൽ എഴുതേണ്ടത്. അതുകൊണ്ട് ക്യൂ കോമ എ കോമ എ ടെൻസ് ടു ക്യൂ കോമ എപ്സിലോൺ. ഇത് നമുക്ക് എല്ലാ ടെർമിനൽ മാച്ചിങ് ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോഴത്തേക്ക് ടെർമിനൽ മാച്ചിങ് എഴുതുമ്പോഴത്തേക്ക് തന്നിരിക്കുന്ന ടെർമിനൽസ് ഏതൊക്കെയാണ്? എ ബി സി. ഇപ്പോൾ ഡി ഉണ്ടെങ്കിൽ ഡിയും കൂടെ എഴുതണം. ഓക്കെ, ഇവിടെ എ ബി സി വരെ ഉള്ളൂ, അതുകൊണ്ടാണ് ഇങ്ങനെ എഴുതിയിരിക്കുന്നത്. എല്ലാത്തിനും ഇതേ കണക്ക് തന്നെ എഴുതുന്നത്. പിന്നെ അടുത്ത് എന്താണെന്ന് വെച്ചാൽ അക്സെപ്റ്റൻസ് കണ്ടീഷൻ. ഇതിലിപ്പോൾ എന്തുവാ PD എല്ലാം അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. ഈ എസ് എന്ന് പറഞ്ഞ സ്ട്രിങ്ങിൽ ഇപ്പോൾ എ ടെൻസ് ടു എ എടുത്താൽ ഇവിടെ എന്താ ബിയുടെ വാല്യൂ ഉണ്ട്, എന്താ ബിക്ക് എന്താ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നുണ്ട്. ഇവിടെ സി തന്നിട്ടുണ്ട്, സി എന്തുവാ സിയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. ഈ സ്ട്രിങ്ങിൽ എല്ലാം വാല്യൂസും നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. ചില കേസിൽ ഇവിടെ ഇപ്പോൾ സി തന്നിട്ടില്ലെങ്കിൽ ഈ സി ഇവിടെ ഉണ്ട്, പക്ഷെ ഇവിടെ യൂസ് ചെയ്യാൻ പറ്റത്തില്ല, അങ്ങനത്തെ കേസ് വരും. ഇവിടെ ഇപ്പോൾ എന്താ സിയും എയും ബിയും എല്ലാം ഉണ്ട്, എല്ലാം യൂസ് ചെയ്യാനും പറ്റും. അതുകൊണ്ട് ഇവിടെ എന്താ സ്റ്റാക്ക് എന്തുവാ എം ടി ആണെന്നാണ് പറയുന്നത്. ആൻഡ് ഇവിടെ എന്താ അക്സെപ്റ്റൻസ് കണ്ടീഷൻ ആണ്. ഓക്കെ, ആറാമത്തെ ക്വസ്റ്റ്യൻ നോക്കാവേ. ആദ്യം ക്വസ്റ്റ്യൻ മനസ്സിലാക്കുന്നതിന് മുമ്പ് ഇതിൻ്റെ കുറച്ച് ടേംസ് ഉണ്ട്, അതെന്താണെന്ന് നോക്കാം. ആദ്യം എന്താണെന്ന് വെച്ചാൽ W ഈസ് ഓഫ് ലെങ്ത് L എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഇവിടെ ഒരു ഇതെടുത്തു, എന്താ ABCDE എന്നും പറഞ്ഞ് എടുത്തു. അതിൻ്റെ ലെങ്ത് എന്തുവാ? ഇതിൽ 5 എണ്ണം അല്ലേ ഉള്ളൂ, അതാണ് അതിൻ്റെ ലെങ്ത്. അതാണ് W ഈസ് ഓഫ് ലെങ്ത് L എന്ന് പറയുന്നത്. അടുത്ത എന്താണെന്ന് വെച്ചാൽ
ജി ഈസ് ഇൻ സി എൻ എഫ് എന്ന് ചോദിച്ചാൽ നമുക്ക് സി എൻ എഫ് എന്താണെന്ന് ആദ്യം നോക്കാം. സി എൻ എഫ് എന്ന് വെച്ചാൽ രണ്ട് കേസുണ്ട്. എന്ന് വെച്ചാൽ ഇപ്പോൾ എ ടെൻസ് ടു ബി സി, എയിലിപ്പോൾ രണ്ട് നോൺ ടെർമിനൽസ് വരുന്ന കേസും ഉണ്ട്, എയിലിപ്പോൾ എന്താ ഒരു ടെർമിനൽ എന്താ സ്മോൾ ലെറ്റർ വരുന്ന കേസുണ്ട്. അതാണ് എന്താ സി എൻ എഫിൽ വരുന്നത്. ഓക്കെ, ഇനി അടുത്ത് എന്താണെന്ന് വെച്ചാൽ ജി എൻ എഫ് എന്താണെന്ന് ചോദിച്ചാൽ എ ടെൻസ് ടു എ എക്സ് എന്ന് വെച്ചാൽ ഇതിൽ ആദ്യം തുടങ്ങുന്ന എയിൽ വരുന്നതിൽ ആദ്യം തുടങ്ങുന്ന എന്തായിരിക്കും, ഒരു ടെർമിനലായിരിക്കും. എന്ന് വെച്ചാൽ ഒരു ചെറിയ നമ്പർ അല്ലെങ്കിൽ സ്മോൾ ലെറ്റർ ആൽഫബറ്റ് ആയിരിക്കും. എപ്പോഴും സ്റ്റാർട്ടിങ് ചെയ്യുന്നത് ഫസ്റ്റ് വൺ എന്തായിരിക്കും, സ്മോൾ ലെറ്റർ ആൽഫബറ്റ് ആയിരിക്കും. ഇവിടെ ആദ്യത്തെ രണ്ടെണ്ണം എന്താ നോൺ ടെർമിനൽ, പിന്നെ ടെർമിനലായിരിക്കും. ഇവിടെ ആദ്യത്തത് എന്താ ടെർമിനലായിരിക്കും. അതാണ് ജി എൻ എഫ്. ഓക്കെ, ഇനി ഡെറിവേഷൻ എന്താണെന്ന് ചോദിച്ചാൽ ഇപ്പോൾ ഇത് സ്ട്രിങ് തന്നിട്ടുണ്ടേ, അതിനെ നമ്മൾ ഇങ്ങനെ എടുത്ത് എഴുതുന്നതിനെയാണ് നമ്മൾ ഡെറിവേഷൻ എന്ന് പറയുന്നത്. ഇനി ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ഇവിടെ സി എൻ എഫും ജി എൻ എഫിൻ്റെയും കേസാണ് ക്വസ്റ്റ്യനിൽ പറയുന്നത്. ആദ്യം സി എൻ എഫിൻ്റെ കേസ് നോക്കിയാൽ ഒരു സ്ട്രിങ്ങിൻ്റെ ലെങ്ത്ത് എല്, അത് ഡിറൈവ് ചെയ്യാൻ വേണ്ടി എത്ര സ്റ്റെപ്പ് വേണമെന്നാണ് സി എൻ എഫിൻ്റെ കേസ് ചോദിക്കുന്നത്. എന്ന് വെച്ചാൽ ഡബ്ല്യു ഈക്വൽ ടു എ ബി സി എന്ന് വെച്ചാൽ ലെങ്ത്ത് എത്രയാണ് നേരത്തെ നോക്കിയില്ലേ, എന്താ ഇതിൽ 5 അല്ലേ, അതാണെങ്കിൽ ഇതിൽ 3 ആണ്. ഇത് ചെയ്യാൻ വേണ്ടി എത്ര സ്റ്റെപ്പ് എടുക്കും, 3 സ്റ്റെപ്പ് വേണോ, 5 സ്റ്റെപ്പ് വേണോ, 10 സ്റ്റെപ്പ് വേണോ എന്നാണ് ചോദിച്ചേക്കുന്നത്. എന്ന് വെച്ചാൽ ഇതിനൊരു ഫോർമുല എഴുതണമെന്നാണ് പറഞ്ഞേക്കുന്നത്. ഇത് അടുത്ത ജി എൻ എഫിൻ്റെ കേസ് എന്താണെന്ന് വെച്ചാൽ ഒരു സ്ട്രിങ് ഓഫ് ലെങ്ത് എല്ല് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി എത്ര ഡെറിവേഷൻ്റെ സ്റ്റെപ്സ് യൂസ് ചെയ്യണമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. രണ്ടിനും നമുക്ക് ഫോർമുലയാണ് എഴുതേണ്ടത്. അതിനുവേണ്ടി ആദ്യം നമുക്ക് സി എൻ എഫിൻ്റെ കേസ് നോക്കാം. സി എൻ എഫിൽ നമ്മൾ പഠിച്ചായിരുന്ന രണ്ടെണ്ണം ഉണ്ട്. ഏതാ, എ ടെൻസ് ടു ടെർമിനലിൻ്റെ കേസും ഉണ്ട്, എ ടെൻസ് ടു രണ്ട് നോൺ ടെർമിനൽസ് വരുന്ന കേസും ഉണ്ട്. ഇപ്പോൾ ടെർമിനലിൽ പറയുകയാണെങ്കിൽ നമ്മൾ അതിനെ എൽ റൂൾ വെച്ച് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. വെച്ചാൽ ടെർമിനലിനെ എല്ല് വെച്ചും നോൺ ടെർമിനലിനെ എന്താ L-1 വെച്ച് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഈ കേസിൽ നോൺ ടെർമിനൽസിനെ ബൈനറി ട്രീ ആയിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷനാണ് എന്തുവാ, L-1. ഇതിലെന്തുവാ, L ആണ്. ഓക്കെ, അപ്പോൾ ഈ സി എൻ എഫ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് L പ്ലസ് ഇത് പ്ലസ് L-1 ഈക്വൽ ടു 2L-1 എന്ന് കിട്ടും. അടുത്ത ജി എൻ എഫിൻ്റെ കേസാണെങ്കിൽ എന്തുവാ, എ ടെൻസ് ടു എ എക്സ്, ആദ്യം തുടക്കം എന്താ സ്റ്റാർട്ട് വിത്ത് ടെർമിനൽ അല്ലെങ്കിൽ സ്മോൾ ലെറ്റർ ആൽഫബറ്റ് ആണെന്ന് പറഞ്ഞു. ഓക്കെ, അതിൻ്റെ ഇക്വേഷൻ എന്ന് വെച്ചാൽ എല്ല് തന്നെയാണ്. അപ്പോൾ എന്തുവാ, എത്ര സ്റ്റെപ്പ് വേണം ജി എൻ എഫ് ക്രിയേറ്റ് ചെയ്യാനാണെങ്കിൽ എൽ സ്റ്റെപ്പാണ് വേണ്ട. ഫോർ എക്സാമ്പിൾ ഡബ്ല്യു ഈക്വൽ ടു എ ബി സി തന്നിട്ടുണ്ട്, ലെങ്ത് ഈക്വൽ ടു 3. ഏതൊക്കെ, 1 2 3 ഉണ്ട്, 3 ആണ്. അത് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി എത്ര സ്റ്റെപ്പ് എടുത്തു നമ്മൾ, 1 2 3 സ്റ്റെപ്പ് വേണം. ആദ്യത്തേൽ എ അക്സെപ്റ്റ് ചെയ്തു, രണ്ടാമത്തേൽ എന്താ ബി പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, മൂന്നാമത്തേൽ സിയും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ എത്ര സ്റ്റെപ്പ് വേണം, 3 സ്റ്റെപ്പ് വേണം. ഇവിടെ എത്ര ലെങ്ത് എത്ര ഉണ്ട്, എ ബി സി 3 അല്ലേ, അപ്പോൾ 3 സ്റ്റെപ്പാണ്. അപ്പോൾ എന്തുവാ, എൽ സ്റ്റെപ്പാണ്. ജി എൻ എഫ് ഈക്വൽ ടു എൽ സ്റ്റെപ്പ്. ഓക്കെ, ഏഴാമത്തെ ക്വസ്റ്റ്യൻ നോക്കാവേ. ഇതിലെന്താണെന്ന് വെച്ചാൽ ഒരു ട്യൂറിംഗ് മെഷീൻ എം എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. അത് ഡിസൈഡബിൾ ആണോ നോട്ട് ഡിസൈഡബിൾ ആണോ എന്നാണ് ചോദിക്കുന്നത്. അതിന് 3 ക്വസ്റ്റ്യൻ പാർട്ടായിട്ട് തന്നിട്ടുണ്ട്. അതെങ്ങനെയാണെന്ന് നോക്കാവേ. അതിലാദ്യം എന്തുവാ, എം ടേക്സ് മോർ ദാൻ 1008 സ്റ്റെപ്സ് ആൻഡ് സം ഇൻപുട്ട്. എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു റോബോട്ട് നമുക്കിപ്പോൾ എന്താ ഓരോ സ്റ്റെപ്പ് വെക്കുന്നതിനെ പറ്റി പറയാം. ഇപ്പം നമ്മളിപ്പോൾ ഒരു റോബോട്ടിന് ഒരു ഇൻപുട്ട് കൊടുത്തു. അപ്പോൾ എന്തുവാ, ആ റോബോട്ട് എന്താ ചെയ്യുന്നത്, ഓരോ ഇൻപുട്ടിനും ഓരോ സ്റ്റെപ്പ് വെച്ച് നടക്കും. അപ്പോൾ നമുക്കിവിടെ എന്താ, നമ്മൾ ഒരു 1008 ഇൻപുട്ട് കൊടുത്തെന്ന് വെച്ചോ. അപ്പോൾ 1008 സ്റ്റെപ്പ് ഒരു റോബോട്ട് നടക്കണം. നമ്മളിപ്പോൾ ഇൻപുട്ട് കൊടുത്താൽ അതേപോലെ ചെയ്ത് നമുക്ക് വാല്യൂ കിട്ടും. പക്ഷേ ഇവിടെ എന്താണെന്ന് വെച്ചാൽ ട്യൂറിംഗ് മെഷീനിൽ നമ്മൾ ഒരു ഇൻപുട്ട് കൊടുത്തപ്പോൾ അത് 4 hour ആയിട്ട് റൺ ആയിക്കൊണ്ടിരിക്കുക. അപ്പോൾ എന്തായിരിക്കും, നമുക്കിത് അൺഡിസൈഡബിൾ ആണ്. എന്ന് വെച്ചാൽ ഒരു കാര്യം കണ്ടിന്യൂസ്ലി ലൂപ്പായിട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് എങ്കിൽ അതെന്താ ഹോൾട്ടിങ് പ്രോബ്ലം ആണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എന്ന് വെച്ചാൽ നമുക്കതിന് അവിടെ 1008 സ്റ്റെപ്പ് എത്തിയത് നിന്നാലല്ലേ നമുക്ക് മനസ്സിലാവൂ 1009 സ്റ്റെപ്പ് എത്തിയെന്ന്. ഇത് 1009 സ്റ്റെപ്പ് എത്തി നിന്നില്ല, കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഫോർ ലൂപ്പായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുക, 4 hour ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അതിനെന്താ ഹോൾട്ടിങ് പ്രോബ്ലം എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പം നമുക്കെന്താ അൺഡിസൈഡബിൾ ആണ്. അതാണ് ആദ്യത്തെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ അൺഡിസൈഡബിൾ ആണെന്ന് മനസ്സിലാക്കി. അത് സ്റ്റോപ്പ് ആവുന്നില്ല, അതുകൊണ്ട് കണ്ടുപിടിക്കാൻ പറ്റിയില്ല. ഓക്കെ, രണ്ടാമത്തെ എന്താണെന്ന് വെച്ചാൽ
ഡസ് എം അക്സെപ്റ്റ് എപ്സിലോൺ. എപ്സിലോൺ എന്ന് വെച്ചാൽ എന്തുവാ, എം ടി സ്ട്രിങ് അക്സെപ്റ്റ് ചെയ്യുന്നോ ഇല്ലയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മളിപ്പോൾ ഒന്നിന് ഒരു ഇൻപുട്ട് കൊടുത്താലേ അതെന്തുവാ വർക്ക് ആവത്തുള്ളൂ. അപ്പോഴേ നമുക്കറിയാൻ പറ്റും അതിന് ഇൻപുട്ട് എന്തുവാ കൊടുത്ത സാധനം കിട്ടുമോ ഇല്ലേ എന്നൊക്കെ മനസ്സിലാവും. ഇവിടെ എന്താ എപ്സിലോണാണ് പറഞ്ഞേക്കുന്നത്. എപ്സിലോൺ എന്ന് വെച്ചാൽ എന്തുവാ ഇൻപുട്ടൊന്നും ഇല്ല. അപ്പോൾ നമ്മൾ അതിനെന്താ വർക്ക് ചെയ്യാൻ എൽ ഓഫ് എമ്മിന് എന്ന് വെച്ചാൽ ആ ലാംഗ്വേജിന് നമ്മളൊരു ഇൻപുട്ട് കൊടുത്തു എപ്സിലോൺ. അപ്പോൾ സാധനം വർക്ക് ആവുമോ? എപ്സിലോൺ എന്ന് വെച്ചാൽ തന്നെ എം ടി ആണ്, അപ്പോൾ അത് വർക്ക് ആവത്തില്ല. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും എപ്സിലോൺ കൊടുത്തുകൊണ്ട് ആ സാധനം വർക്കായില്ല. വർക്ക് ആവാത്തത് കൊണ്ട് അത് ഡിസൈഡബിൾ ആണ്. കാര്യം നമ്മൾ കൊടുത്തു, വർക്കായില്ല. എപ്സിലോൺ ആണ് കൊടുത്തത്, അതുകൊണ്ട് വർക്കാവാൻ പാടില്ല. അതുകൊണ്ട് അത് വർക്കായില്ല. അതുകൊണ്ട് എന്താ, അത് ഡിസൈഡബിൾ ആണ്. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഇത്ര ഡിസൈഡബിൾ ആണെന്ന് കിട്ടി. മൂന്നാമത്തെ നോക്കാം. മൂന്നാമത്തെ എന്താണെന്ന് വെച്ചാൽ എൽ ഓഫ് എം കോണ്ടെക്സ്റ്റ് ഫ്രീ ആണോ എന്നാണ് ചോദിച്ചേക്കുന്നത്. നമുക്ക് ഇവിടെ എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം ലാംഗ്വേജ് റെക്കഗ്നൈസ്ഡ് ബൈ ട്യൂറിംഗ് മെഷീൻ ഈസ് കോണ്ടെക്സ്റ്റ് ഫ്രീ. ട്യൂറിംഗ് മെഷീൻ അക്സെപ്റ്റ് ചെയ്യുന്നത് എന്തായിരിക്കും, കോണ്ടെക്സ്റ്റ് ഫ്രീ ആയിരിക്കും. എന്ന് വെച്ചാൽ അത് അൺഡിസൈഡബിൾ ആണെന്ന് നമുക്കറിയാം. അതെങ്ങനെയെന്ന് വെച്ചാൽ ആദ്യം ജസ്റ്റ് ബേസിക് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ നോക്കാം. കോണ്ടെക്സ്റ്റ് ഫ്രീ ലാംഗ്വേജ് എന്ന് വെച്ചാൽ എന്തുവാ, ലാംഗ്വേജ് ജനറേറ്റഡ് ബൈ CFG എന്ന് വെച്ചാൽ കോണ്ടെക്സ്റ്റ് ഫ്രീ ഗ്രാമർ ജനറേറ്റ് ചെയ്യുന്ന ലാംഗ്വേജുകൾ പറയുന്ന പേരാണ് കോണ്ടെക്സ്റ്റ് ഫ്രീ ലാംഗ്വേജസ്. എന്ന് വെച്ചാൽ A⁻n B⁻n. ഇപ്പോൾ എന്നിൻ്റെ വാല്യൂ 1 എന്ന് കൊടുത്താൽ എയുടെയും ബിയുടെയും എയും ബി ഈക്വൽ ആയിരിക്കും. ഒരു ബാലൻസ് പാരാന്തസിസ് ആയിരിക്കണം. എന്തായിരിക്കും, അതാണ് കോണ്ടെക്സ്റ്റ് ഫ്രീ ലാംഗ്വേജ്. ഇനിയിപ്പോൾ കോണ്ടെക്സ്റ്റ് ഫ്രീ ലാംഗ്വേജ് CF എന്തുവാ ഡിസൈഡബിൾ ആണെന്ന് നമ്മൾ എങ്ങനെയാണ് പറയുന്നത്? കോണ്ടെക്സ്റ്റ് ഫ്രീ ഗ്രാമർ എന്തുവാ, തന്നിരിക്കുന്ന ഗ്രാമർ CFL ആണോ നോക്കണം. ആണെങ്കിൽ ഡിസൈഡബിൾ ആണ്. തന്നിരിക്കുന്ന സ്ട്രിങ് CFL ആണെങ്കിൽ ഡിസൈഡബിൾ ആണ്. തന്നിരിക്കുന്ന CFG കോണ്ടെക്സ്റ്റ് ഫ്രീ ഗ്രാമർ ആംബിഗ്യസ് ആണെങ്കിൽ അത് എന്താ ഡിസൈഡബിൾ ആണ്. തന്നിരിക്കുന്ന രണ്ട് CFL ഈക്വൽ ആണെങ്കിലും എന്താ ഡിസൈഡബിൾ ആണ്. ഇതാണ് എന്താ കോണ്ടെക്സ്റ്റ് ഫ്രീ ലാംഗ്വേജ് ഡിസൈഡബിൾ ആണെന്നുണ്ടെങ്കിൽ ഉള്ള കണ്ടീഷൻ. ഓക്കെ, നമുക്കിവിടെ നോക്കേണ്ട എന്താണെന്ന് വെച്ചാൽ തന്നിരിക്കുന്ന ലാംഗ്വേജ് കോണ്ടെക്സ്റ്റ് ഫ്രീ ട്യൂറിംഗ് മെഷീൻ്റെ ലാംഗ്വേജ് കോണ്ടെക്സ്റ്റ് ഫ്രീ ആണോ എന്ന് നോക്കേണ്ട. ഇത് നോക്കിയത് CFLൻ്റെ ആണ്. ഓക്കെ, ഇനി ട്യൂറിംഗ് മെഷീൻ്റെ നോക്കേണ്ടത്. അത് അൺഡിസൈഡബിൾ ആണ്, നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് എങ്ങനെയാക്കുന്നതെന്നാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, ഇവിടെ എൽ ഓഫ് എം കോണ്ടെക്സ്റ്റ് ഫ്രീ ആണെന്ന് പറഞ്ഞിട്ട് ഇവിടെ എം എന്തുവാ ട്യൂറിംഗ് മെഷീൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അതെന്താ അൺഡിസൈഡബിൾ ആണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ തന്നിരിക്കുന്ന ട്യൂറിംഗ് മെഷീൻ്റെ ലാംഗ്വേജ് CFL ആണോ എന്ന് ആദ്യം നോക്കാം. നമുക്ക് CFL ആണോ എന്ന് നോക്കുമ്പോൾ നമുക്കറിയാം ട്യൂറിംഗ് മെഷീൻ്റെ ലാംഗ്വേജ് എന്ന് പറയുന്നത് CFLനെക്കാട്ടി പവർഫുൾ ആണ്. നമ്മളിവിടെ നോക്കി CFL എന്താ ഡിസൈഡബിൾ ആണ്, ട്യൂറിംഗ് മെഷീൻ എന്ന് വെച്ചാൽ അൺഡിസൈഡബിൾ ആണ് അല്ലേ. ഇവിടെ ട്യൂറിംഗ് മെഷീൻ്റെ ലാംഗ്വേജ് CFLനെക്കാട്ടി പവർഫുൾ ആണ്. അതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും എന്താ ഇത് ഡിസൈഡബിൾ അല്ല, എന്താ അൺഡിസൈഡബിൾ ആണെന്ന്. അത്രേ ഉള്ളൂ. ഓക്കെ, എട്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാവേ. എട്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ L1ഉം L2ഉം ട്യൂറിൻ റെക്കഗ്നൈസബിൾ ലാംഗ്വേജ് ആണെന്ന് വെച്ചോ. എന്നാൽ L1 ഇൻ്റർസെക്ഷൻ L2 എന്ന് പറയുന്നതും ട്യൂറിൻ റെക്കഗ്നൈസബിൾ ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അതിന് വേണ്ടി എന്താണെന്ന് വെച്ചാൽ ട്യൂറിൻ റെക്കഗ്നൈസബിൾ ലാംഗ്വേജ് എന്ന് വെച്ചാൽ എന്താണെന്ന് നോക്കാം. അതെന്ന് പറയുമ്പോഴത്തേക്ക് തന്നിരിക്കുന്ന ലാംഗ്വേജിൽ എല്ലാ സ്ട്രിങ്സും അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു ട്യൂറിംഗ് മെഷീൻ കാണും. പിന്നെ ലാംഗ്വേജ് തന്നിട്ടില്ലാത്തതിനെ ഒരു ഫോർ-അവർ ലൂപ്പിലാക്കുകയും ചെയ്യും. ഫോർ-അവർ ലൂപ്പ് എന്ന് വെച്ചാൽ എന്തുവായിരുന്നു, മറ്റേ ഹോൾട്ടിംഗ് പ്രോബ്ലം പറഞ്ഞില്ലേ, ഒരു കണ്ടിന്യൂസ് ആയിട്ട് തന്നെ ലൂപ്പ് പോയിക്കൊണ്ടിരിക്കും. നേരത്തെ ക്വസ്റ്റ്യനിൽ അതിൽ സ്റ്റോപ്പ് ആവോ ഇല്ലെന്ന് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. ആ സാധനം റെക്കഗ്നൈസ് ചെയ്യുന്ന കാര്യമല്ലേ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് M1 ഈക്വൽ ടു ഒരു ട്യൂറിംഗ് മെഷീനാണ്. അത് റെക്കഗ്നൈസ് ചെയ്യുന്ന എന്തുവാ L1നെ. M2 എന്ന് പറയുന്നത് L2നെ റെക്കഗ്നൈസ് ചെയ്യുന്ന ഒരു ട്യൂറിംഗ് മെഷീനാണെന്ന് എടുക്കാം. ക്വസ്റ്റ്യനിൽ എന്തുവാ L1 L2 തന്നിട്ടുള്ളത്, അതുകൊണ്ടാണ് ഇങ്ങനെ എടുത്തത്. പിന്നെന്താണെന്ന് വെച്ചാൽ ഇതിപ്പോൾ L1 L2യുടെ കേസ് ചെയ്ത് നമുക്ക് L1 ഇൻ്റർസെക്ഷൻ L2യുടെ കേസ് എഴുതാൻ വേണ്ടിയിട്ട് അതിനെ റെക്കഗ്നൈസ് ചെയ്യാൻ വേണ്ടി ഒരു M എന്ന് പറയുന്ന ട്യൂറിംഗ് മെഷീൻ എടുത്തു. L1ഉം L2നും ഓൾറെഡി ഉണ്ട്. L1 ഇൻ്റർസെക്ഷൻ L2ന് വേണ്ടി വേറൊരെണ്ണം എടുത്തു. ഏത് M എന്ന് വെച്ചാൽ നമുക്ക് W ബിലോങ്സ് ടു L1 ഇൻ്റർസെക്ഷൻ L2 എന്ന് എടുക്കാം. എന്ന് വെച്ചാൽ W എന്തുവാ L1 ഇൻ്റർസെക്ഷൻ L2ന് ബിലോങ്സ് ആവണമെങ്കിൽ എന്താ ചെയ്യണം, തന്നിരിക്കുന്ന M1ഉം M2നെയും എന്തുവാ W ആക്സെപ്റ്റ് ചെയ്യണം. എന്നാലേ നമുക്ക് M കിട്ടത്തുള്ളൂ. എന്ന് വെച്ചാൽ M1ഉം M2 ഓക്കെ ആണെങ്കിൽ എന്തുവാ M ഓക്കെ ആണെന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ L1 L2ഉം ഇൻ്റർസെക്ഷൻ എടുക്കുമ്പോൾ സെയിം ആണ് കിട്ടുന്നതെങ്കിൽ നമ്മളെന്താ Mനെ ആക്സെപ്റ്റ് ചെയ്യും. ഇനി എന്താണെന്ന് വെച്ചാൽ നമുക്ക് M1നെയും M2നെയും പാരലലി റൺ ചെയ്യിക്കാം. എന്തിനെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ
ഇപ്പോൾ M1 M2 പാരലൽ അല്ലാതെ ആണ് ചെയ്യുന്നതെന്ന് വെച്ചോ. എന്നാൽ ഇപ്പോൾ M1 എന്ന് പറയുന്ന സാധനം ഇപ്പോൾ സ്റ്റക്കായിപ്പോയി, സ്റ്റക്കായിന്ന് വെച്ചോ. എന്നാൽ പിന്നെ M2ന് അവിടെ റോളില്ല, M2 സ്റ്റക്കായിപ്പോവും. മനസ്സിലായോ? അപ്പോൾ നമ്മളിപ്പോൾ M1നെ M2നെ രണ്ടായിട്ടാണ് വർക്ക് ചെയ്യിപ്പിക്കുന്നതെങ്കിൽ ഇപ്പോൾ M1 സ്റ്റക്കായി പോയാലും M2 കണ്ടിന്യൂസ് ആയിട്ട് എന്തുവാ ലൂപ്പായിട്ട് ഇങ്ങനെ വർക്ക് ആയിക്കൊണ്ടിരിക്കും. ഇതിപ്പോൾ M1 കഴിഞ്ഞാലേ M2ന് പോകാൻ പറ്റൂ. ഇതിപ്പോൾ M1ഉം വർക്ക് ആവുന്നുണ്ട്, M2ഉം വർക്ക് ആവുന്നുണ്ടെങ്കിൽ ഒരെണ്ണം സ്റ്റോപ്പായി പോയാലും മറ്റേത് വർക്കാവും. അപ്പോൾ അതാണ് പറഞ്ഞിരിക്കുന്നത്. അതിനാണ് നമ്മൾ പാരലാക്കി ചെയ്യുന്നത്. ഓക്കെ. ഇനിയിപ്പോൾ M1ഉം M2നെ അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ എന്താ ഇവിടെ M അക്സെപ്റ്റ് ആയെന്നല്ലേ പറഞ്ഞത്. ഓക്കെ. അതിനാദ്യം നമുക്ക് M1നെ M2നെ പാരലാക്കാം. അതിനുവേണ്ടി സ്റ്റെപ്പ് 1ൽ എന്തുവാ M1 റൺ ചെയ്യിക്കണം, സ്റ്റെപ്പ് 2ൽ M2 റൺ ചെയ്യിക്കണം, സ്റ്റെപ്പ് 3ൽ പിന്നും M1 വർക്കാവും, പിന്നെന്താ സ്റ്റെപ്പ് 2ൽ സ്റ്റെപ്പ് 4ൽ M2 വർക്കാവും. M1 വർക്കാവും, M2 വർക്കാവും, M1 വർക്കാവും, M2 വർക്കാവും, അങ്ങനെ കണ്ടിന്യൂ ചെയ്തങ്ങ് പോവും. ഓക്കെ. അങ്ങനെ അങ്ങ് പോവും. അപ്പോൾ എന്താ ബോത്ത് M1 ആൻഡ് M2 അക്സെപ്റ്റ് ചെയ്യും. അപ്പോഴത്തേക്ക് എന്തുവാ M അക്സെപ്റ്റ് ആവും എന്തിൽ, Wൽ. ഓക്കെ. ഇനിയിപ്പോൾ ഒരെണ്ണം സ്റ്റക്കായി പോയെന്ന് വെച്ചോ, അല്ലെങ്കിൽ 1 മാച്ചിങ് ലൂപ്പാണെന്ന് വെച്ചോ. ഇപ്പോൾ M1 സ്റ്റക്കായി, M2 മാത്രമേ ഉള്ളെങ്കിൽ M2 ഇങ്ങനെ കറങ്ങി കറങ്ങി പോകത്തില്ലേ. അപ്പോൾ M എന്ന് പറയുന്നത് എന്താ കണ്ടിന്യൂസ് ഫോർ ഏതെങ്കിലും ഒരെണ്ണം വർക്കായി M വർക്കായി എന്ന് അർത്ഥം അല്ലേ. ഐ മീൻ രണ്ടെണ്ണം വർക്കായാലേ M വർക്കാകത്തുള്ളൂ. ഒരെണ്ണം ഇൻ കേസ് വർക്കായില്ലെങ്കിലും ഇത് പാരൽ ലൂപ്പ് ആയതുകൊണ്ട് M എന്തുവാ ഫോർ എവർ കണ്ടിന്യൂ ചെയ്യുന്ന പറയുന്നത്. ഓക്കെ.